എപ്പിസോഡിൻ്റെ തുടക്കത്തിലാണെങ്കിൽ നമ്മളെ കാണുന്ന നമ്മുടെ മൊമ്മോസയുടെ ചേട്ടനും പിന്നെ മൊമ്മോസയുടെ ഫ്രണ്ടും ഉണ്ടല്ലോ, ഒരു കണ്ണാടി വെച്ചെടുത്ത് മഷ്റൂം സ്പോഞ്ച് തന്നെ അവനും കൂടെ ചേർന്ന് എല്ലാ റോയൽസിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ മൊമ്മോസയോട് അവർ പറയുന്നത്, ഞങ്ങൾ രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട് എന്ന് പറയാം. ശേഷം മൊമ്മോസ പറയും, അന്ന് കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങളുടെ ജോലിയല്ലേ, നിങ്ങൾ ദൈവരി പോയി രക്ഷപ്പെട്ടോളാം പറയും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ മൊമ്മോസ ചേട്ടൻ പറയത്തുള്ളൂ, ഓ എൻ്റെ സൗന്ദര്യം, അതുകൂടാതെ നിൻ്റെ ഈ ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള എബിലിറ്റിയും പിന്നെ ആ മഷ്റൂം തല എൻ്റെ പവറും നമ്മൾ ഇത്രയും ചേർന്ന് കഴിഞ്ഞാൽ നമ്മളെ ആർക്കും തടയാൻ പറ്റത്തില്ല, ഹാ 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 എന്ന് പറഞ്ഞിട്ട് എൻ്റെ സൗന്ദര്യം അതിൻ്റെ തുമ്പി ആർക്കും ഒന്നും നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. അത്രയും പറയുമ്പോൾ മൊമ്മോസ് പറയും, നിൻ്റെ അണ്ണാക്കൊന്ന് അടക്കിടക്കായിരുതേ, ഇല്ലെങ്കിൽ എല്ലാവരും നമ്മളെ കണ്ടുപിടിക്കും എന്ന് പറയും. അങ്ങനെ അവരെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഡേവിഡ് എന്ന് പറയുന്ന ഗോൾഡൻ ഡോറിലെ എൽഫായി മാറിയ ഒരാളെ കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ മൊമ്മോസ് ചോദിക്കും, അപ്പം നമ്മുടെ എബിലിറ്റി സ്കിൽസൊന്നും ഇവൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നില്ലേ, അതെന്താ അങ്ങനെ? അപ്പോൾ ഡേവിഡ് പറയും, ഒന്നും എപ്പോഴേ വർക്ക് ചെയ്തില്ല, പിന്നെ എനിക്ക് നിങ്ങളെ കൊല്ലാണ് എപ്പോഴേ കൊല്ലായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനത്തിൽ നിന്ന് സംസാരിക്കാം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, റീഇൻകാർണേഷൻ സ്പെല്ല് കാണാൻ ഞങ്ങളുടെ മാജിക് ഓൾറെഡി നിങ്ങളെക്കാട്ടിയും കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങളെ കൊല്ലുന്ന കാര്യം ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. ഓൾറെഡി നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും ആ സ്ഥലത്തു നിന്ന് വരുന്ന മാൻ എത്ര സ്ട്രോങ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണുമല്ലോ. പിന്നെ നിങ്ങളുടെ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇളക്കൊന്നും നിങ്ങൾക്ക് കാണത്തില്ല എന്ന് പറയും. അപ്പോഴായിരിക്കും നമ്മൾ രാജാവിൻ്റെ അടുത്ത് കാണിക്കുന്നത്, യൂസ്ലെസ് രാജാവിൻ്റെ അടുത്ത് നമ്മളെ കാണിക്കുന്നത്. അന്നോട്ടേക്ക് ലാംഗ്രീസ് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ലാംഗ്രീസ് വന്നിട്ട് പറയും, അവൻ്റെ അച്ഛനെ ആക്രമിക്കും. പക്ഷെ അവൻ്റെ അച്ഛനാണെങ്കിൽ സ്വന്തമായിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ നോക്കും, പക്ഷെ അതുകൊണ്ട് ഒരു യൂസും ഉണ്ടായില്ല. എന്നിട്ട് രാജാവ് പറയും, തേണ്ട നിൻ്റെ മകൻ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നത് കണ്ടില്ലേ, ഇതാണോ നിൻ്റെ വളർത്തു ഗുണം എന്ന് പറയും. എന്നിട്ട് രാജാവും ലാംഗ്വേജ് സംസാരിക്കുന്നു, ഇപ്പോഴത്തെ രാജാവ് എത്ര വീക്കാ, ഇവൻ്റെ ഒരു സ്പെല്ലോ ഒന്നുമില്ലേ എന്ന് പറയും. അപ്പോൾ രാജാവ് പറയും, നിനക്കെൻ്റെ സ്പെല്ല് കാണണോ, എന്നാൽ ഞാൻ കാണിച്ചു തരാടാ, ലൈറ്റ് മാജിക് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മാജിക് യൂസ് ചെയ്യും. ചെറുക്കനെ ഇരിക്കുന്ന ലൈറ്റ് മാജിക് കേട്ടോ, ലൈറ്റ് മാജിക്, വൺ ഓഫ് ദി റെയറസ്റ്റ് മാജിക്, ലൈറ്റ് മാജിക്. പക്ഷേ അതിനെ തൊട്ട് സ്പെല്ലേ ഉള്ളൂ, അത് അവൻ്റെ തന്നെ ഒരു സ്റ്റാച്യു ഇങ്ങനെ വന്ന് നിൽക്കും തൊലിക്കാൻ വേണ്ടി, എന്തോ ഇതാന്ന. അതിന് ശേഷം നമ്മുടെ ലാംഗ്വേജ് ഒരു അറ്റാക്ക് യൂസ് ചെയ്ത് ആ സ്റ്റാച്യു എന്നല്ല ആ സ്ഥലം തന്നെ അങ്ങ് നശിപ്പിക്കും. അതിന് ശേഷം നമ്മുടെ ഒരു മിസ് ഉണ്ടായിരിക്കുമല്ലോ, ആ മിസ്സാണെങ്കിൽ അങ്ങോട്ടേക്ക് വരും. അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ രാജാവിനെ ആക്രമിക്കാൻ വേണ്ടി ലാംഗ്വേജ് പോകുമ്പോൾ അവളെ ലാംഗ്വേജ് തടയാണ്ട് പറയും, വേണ്ട നീ ചെയ്യില്ല, നീ ഒരു നല്ലവനാണെന്ന് എനിക്കറിയാം, നീ ചെയ്യുമ്പോൾ കുറേ പേർക്ക് അവ സംഭവിക്കും, വേണ്ടെന്ന് പറയും. പക്ഷേ അതിന് ലാംഗ്വേജ് പറയും, അങ്ങോട്ട് മാറിയിക്കടി വൃത്തിയായിട്ട മനുഷ്യ എന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് എടുത്ത് എറിയും. ഇതാണ് ഫിൻഡ്രൽ പറയും, വേണ്ട അവളെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഓടി വന്നിട്ട് അവൻ്റെ സ്പിരിച്വൽ മാജിക് യൂസ് ചെയ്ത് അവളുടെ അടുത്ത് വന്ന് അവളെ കറക്റ്റ് സമയത്ത് പിടിക്കും. ഇത് കണ്ട് നമ്മുടെ ഫിൻഡ്രലിൻ്റെ അച്ഛൻ വന്നിട്ട് പറയും, ഫിൻഡ്രൽ നീ ഇവിടെ വന്നോ? എന്നിട്ട് ലാംഗ്വേജ് ചോദിക്കും, നീ ഏതാടാന്ന്? അതിന് ഫിൻഡ്രൽ പറയും, നിൻ്റെ മൂത്ത ചേട്ടൻ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ യാമി ചായത്തൊരുപ്പ് കണ്ട് പറയും, ഫിൻഡ്രലേ ഒറ്റക്കിടന്നങ്ങ് ഷോ കാണിക്കല്ലേ. അതിന് ഫിൻഡ്രൽ പറയും, അത് പിന്നെ അണ്ണാ പെട്ടെന്ന് അത് ഇവിടെ എന്നിട്ട് അവനെ ഉരപ്പി വിടും. എന്നിട്ട് നമ്മുടെ ലാംഗ്വേജ് ചോദിക്കും, നിങ്ങളൊക്കെ എന്താ ഇവിടെ? അപ്പോൾ എൻ്റെ പുറത്ത് എൻ്റെ ആൾക്കാരെന്ത് ചെയ്യുമെന്ന് പറയും. അവർ കുറച്ച് തലവേദനയായിരുന്നു, പിന്നെ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് അവരെ അങ്ങ് വെട്ടിയിട്ടിങ്ങ് വന്നു, അത് ഈ കുറച്ച് ഇത്ര സമയം എടുത്ത് തന്നേ, ഇല്ലെങ്കിൽ നേരത്തെ നിൻ്റെ കാര്യം തീർക്കേണ്ടതായിരുന്നു. ഇനി കുഴപ്പമില്ല, ഇനി നിന്നെ വെച്ച് കളിക്കാം എന്ന് പറയാം. അതിന് ലാംഗ്വേജ് പറയും, എന്നാൽ നീങ്ങ് വാ എന്ന് പറയും. അങ്ങനെ വന്നു കഴിയുമ്പോഴോ നമ്മുടെ ജാക്ക് ദ റിപ്പറും യാമി ഒരുമിച്ച് അവനെ അടിക്കാൻ വരുമ്പോഴായിരിക്കും അവൻ്റെ ഡിഫെൻസ് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവുന്നത്. അവൻ പറയും, ഇതെൻ്റെ ഡിഫെൻസാണ്, ഇത് തന്നെ ആക്റ്റീവ് ആവും, ഇത് ബ്രേക്ക് തന്നെ അടിക്ക്, വാ എന്ന് പറയും. അതിന് നമ്മുടെ ലാംഗ്വേജ് ഫിൻഡ്രലിൻ്റെ അച്ഛൻ പറയും, അവൻ്റെ ഡിഫെൻസ് ബിൽഡ് ചെയ്തേക്കുന്നത് തന്നെ വേറെ രീതിയിലാണ്, ഈ ഹോൾ കിണ്ടത്തിൽ തന്നെ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ആരുമില്ലെന്ന് പറഞ്ഞു. ആസ്ത പിന്നെ കുനിഞ്ഞ് പറയുന്നില്ല, ആസ്തയുടെ മാജിക് കൊണ്ട് പിന്നെ ഏത് വേണമെങ്കിലും കട്ട് ചെയ്ത് കളയാം, ഇതൊന്നും അല്ല. അപ്പോൾ അത്രയും പറയും. അതിന് ശേഷം നമ്മുടെ ഫിൻഡ്രൽ പറയും, ഡാഡ് നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. അതിന് ഫിൻഡ്രലിൻ്റെ അച്ഛൻ പറയും, നീ എന്താണ് പറയുന്നേ, നീ വെറും ബ്ലാക്ക് ബുൾഡി വെറും ഒരു ട്രാൻസ്പോർട്ടാണ്, വെറൊരു ചക്രമാണ്, നിന്നെക്കൊണ്ട് ഇവന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ? ഇത് ബ്ലാക്ക് ബുളിൻ്റെ ചക്രമാണോ ഗോൾഡൻ ബ്ലോയുടെ വൈസ് ക്യാപ്റ്റൻ ആണോ എന്നൊന്നും അല്ല ഇവിടെ പറയുന്നത്. അവൻ എൻ്റെ അനിയനാണെങ്കിൽ, ഞാൻ അവൻ്റെ ചേട്ടനാണെങ്കിൽ ഞാൻ അവനെ രക്ഷിക്കും എന്ന് പറയും. അതിന് നമ്മുടെ ക്യാപ്റ്റൻ യാമിയായിട്ട് വേണ്ട പറയും, നീ ഇപ്പം പറഞ്ഞു ഇനി മേലെ എൻ്റെ പിള്ളേരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെ ആ
സ്പേഷ്യൽ മാജിക്കിനകത്തേക്ക് വിട്ട് സേഫായിട്ട് എടുത്ത് വിടും. എന്നിട്ട് നമ്മുടെ മിസ് ഉണ്ടല്ലോ, മിസ് ഫിൻഡറിനോട് പറയാം, ഫിൻഡർ ജീവനോടെ വരണേ എന്ന് പറയും. അതിന് ഫിൻഡർ പറയും, ഞാൻ അവനെയും കൂട്ടി ജീവനോടെ വരും എന്ന് പറഞ്ഞ് അവളും പോവും. ഇനി അതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് ലാംഗ്രീസും ഫിൻഡ്രഡും യാമിയും ജാക്ക് ദ റിപ്പറും ചേർന്നൊരു അടിപൊളി ഒരു ഫൈറ്റാണ്. ഈ ഫൈറ്റിൽ നമ്മുടെ ക്യാപ്റ്റൻസ് കിടന്നൊന്ന് വലിച്ചു. വൈസ് ക്യാപ്റ്റൻ ഗോൾഡൻ ഗ്ലോയുടെ വൈസ് ക്യാപ്റ്റൻ്റെ പവർ ഇവിടെ കൊണ്ട് തെളിഞ്ഞു സത്യം പറയുകയാണെങ്കിൽ. നമ്മുടെ ഫിൽഡറാണെങ്കിൽ ഒരു ഹാർഡ് ട്രിക്ക് യൂസ് ചെയ്ത് അവൻ്റെ സ്പിരിറ്റൽ മാജിക്കിൽ ട്രാൻസ്പോർട്ടേഷൻ മാജിക്ക് അവൻ്റെ ഉള്ളിലേക്ക് വിട്ടിട്ട് നല്ലൊരു ഇടി അവനിട്ട് വെച്ച് കൊടുത്തു. ഇനി അവൻ്റെ കിഴപ്പെല്ലാം ഒന്ന് ഒതുങ്ങിക്കോളും. എന്നിട്ട് അവൻ്റെ ഉള്ളിൽ പോയിട്ട് ഉറങ്ങി കിടക്കുന്ന നമ്മുടെ ലാംഗ്രീസിനെ വിളിച്ചുണർത്തും. അതോടെ നമ്മുടെ ലാംഗ്രീസ് അടങ്ങും. അവിടെ പഴയ ലാംഗ്രീസ് ആയിട്ടാവും തിരിച്ചു വരും. ഏറ്റവും ലാസ്റ്റ് ക്യാപ്റ്റൻ യാമിയും ജാക്ക് ദ റിപ്പറും പറയും, ഏറ്റവും അവസാനം മാൻ ഓഫ് ദി മാച്ച് നീ തന്നെയായാലോടെ ഫിൻഡറിലെ എന്ന് പറഞ്ഞ് അവർ നിൽക്കും. അതിനുശേഷം അവർ ആ വലിയ ഐലൻഡിലേക്ക് നോക്കിയിരിക്കും. ഇതേപോലെ ആയിരിക്കത്തില്ല അവർ, ഇതിലും വലിയ വള്ളിയാ. കുഴപ്പമില്ല, ഇന്ന് കളിക്കാൻ കുറേ കളിപ്പാട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി. അല്ല ചാക്കേ എന്ന് പറയട്ടെ അവരോട് നിൽക്കും ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്കറിയാം എൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കുറേ തവണ സംസാരിക്കുന്ന കേട്ടുണ്ടെന്ന്. ആ സംസാരം ഒന്നും മെയിനായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. സ്റ്റോറിക്ക് വേണ്ട യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിർത്തി ഞാൻ പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വൈബ് അങ്ങ് പോകും. അതാ. അപ്പോൾ ഗൈസ്, ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Bags and leave home, man, I got you dethroned. I